ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചതൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എന്തൊക്കെയാ ചെയ്തതെന്നും ഗിഫ്റ്റ് പൊളിച്ച കഥയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പൊ ആമിക്കുട്ടീനെയും കൊണ്ട് ചേച്ചിമാരും ഏട്ടന്മാരും ഓടി വരുന്നുണ്ട് കേട്ടോ. ക്യൂട്ട് ആമി ആകെ ക്ഷീണിതയായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഗ്യാങ്. പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ലച്ചു ശിശിര ബേബി. ഇതിന്റെ ഇടയ്ക്ക് ചിക്കു ഉണ്ട്, നിവി ഉണ്ട്. ചിക്കു നിവിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്മാറും. പക്ഷെ പ്രധാന ആൾക്കാര് ശിശിരയും ബേബിയും ലച്ചുവാണ് കേട്ടോ. അപ്പൊ ഇവരെ ഓരോന്നായിട്ട് വലിച്ചു പൊളിക്കുന്നുണ്ട്. തുടക്കത്തിലൊക്കെ വളരെ നീറ്റായിട്ടായിരുന്നു കേട്ടോ പാക്കിംഗ് ഒക്കെ പൊളിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ബാർബി ഡോളിനെ കിട്ടി. അത് കുഞ്ഞാമിക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അവള് വന്നില്ല. തൽപര കക്ഷിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഓരോന്ന് നുള്ളിപ്പെറുക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഓരോ പെട്ടികളായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഓരോന്ന് കിട്ടുന്നുണ്ട്, അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. കുറെ ഡോളുകളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതൊക്കെ വേറെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പൊ കുറെ വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി കിട്ടി. അത് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ കവർന്ന് എടുത്തില്ല, അത് മാറ്റി വെച്ചു. എന്നിട്ട് അടുത്ത ബോക്സ് പൊളിക്കാൻ തുടങ്ങി. പൊളിയോട് പൊളി. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ വലിയ ഗിഫ്റ്റുകളായിരുന്നു പൊളിച്ചിരുന്നത്. ഈ സമയത്ത് ആമി അവിടെ കാര്യമായിട്ട് എന്തോ സ്റ്റെയർ കേസിന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ വേറെ എന്തോ ലോകത്താണ്, ഞാൻ ഇവിടെ കാര്യമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു വണ്ടി കിട്ടിട്ടോ. അപ്പൊ അതിനിങ്ങനെ ഹോൺ അടിക്കുന്ന സൗണ്ട് ഉണ്ട്, പി പി. ആ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് ലച്ചു ഇങ്ങനെ ആമിക്കുട്ടീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ അവള് വീണു. അവളിങ്ങനെ പയ്യെ മുട്ടുകുത്തി വന്നു. എന്നിട്ട് ആ വണ്ടിയിൽ ഓരോ തൊട്ടൊക്കെ നോക്കിട്ടോ. അവൾ ആദ്യമായിട്ട് ഗിഫ്റ്റ് തൊടുന്നത് ഇതാണ്. അപ്പൊ ഈ വണ്ടി അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വണ്ടിയിൽ തൊടുകയും പിടിക്കുകയും അതിനകത്ത് കയറാനൊക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ആ സൗണ്ട് അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ സൈസിന് ഒത്തൊരു വണ്ടിയായിരുന്നു കേട്ടോ. നല്ല കുഞ്ഞു വണ്ടി. അവൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോൺ അടിക്കുന്നൊക്കെ ഉണ്ട്. നിവി അവളങ്ങനെ ഹോൺ അടിക്കാനൊക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അവളെ ഓടിക്കാനൊക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നിവിയേട്ടൻ കാര്യമായിട്ട് അവളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഹോൺ അടുപ്പിക്കാനും അവളെ പിടിപ്പിച്ച് ജയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ കുറെ ഡോളുകൾ കിട്ടി. ഡോളുകളെ കിട്ടിയതൊക്കെ ഓരോ കവറിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഒരു വണ്ടി കിട്ടി. ഇത് സെയിം വണ്ടി നിവിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന് ഹോൺ അടിക്കുന്നതും പാട്ട് കേൾക്കുന്നതൊക്കെ എവിടെയാ അറിയാം. അപ്പൊ അവൻ കൃത്യമായിട്ട് പാട്ടൊക്കെ അടുപ്പിച്ച് ആമി ബേബിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഓടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആമി ബേബി അതുപോലെ അവളുടെ വണ്ടി വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പാകമുള്ള വണ്ടിയായപ്പോ പിന്നെ രണ്ടുപേരും ആ വണ്ടിയുമേ കൂടിട്ടോ. പിന്നെ മറ്റുള്ളവര് അടുത്ത അൺബോക്സിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടിയും നിവിയും അവർക്ക് കിട്ടിയ വണ്ടികളോണ്ട് ഇങ്ങനെ ഓടിച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതിന്റെ ഓരോ കവറുകളും പേപ്പർ വേസ്റ്റുകളൊക്കെ ലച്ചു ഇപ്പൊ തന്നെ ഓരോ ബോക്സിനകത്ത് ആക്കിയിടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ കച്ചറ പോലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിവി ആമീനെയും കൊണ്ട് റൈഡിന് പോകൽ തുടങ്ങി കേട്ടോ. ആ സ്കൂട്ടറിൽ കുറച്ചു നേരം നമ്മുടെ ഇങ്ങനെ കൺവെട്ടത്തിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ റൈഡിനൊക്കെ പോയിട്ടോ. നമുക്ക് കാണുമ്പോൾ നല്ല പേടിയാണ്. കുഞ്ഞു പുറകോട്ടെങ്ങാനും ശരിയോ ആ പേടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നിവി അവിടുന്ന് മാറി. പിന്നെ ചിക്കു ചേച്ചിയായിരുന്നു കേട്ടോ ആമി ബേബിനെ റൈഡിന് കൊണ്ടുപോയത്. ഈ സമയത്ത് അമ്മയും മേമയൊക്കെ ചായ പിടിക്കുകയാണ്. രാവിലെ തൊട്ട് നല്ല ക്ഷീണമായിരുന്നല്ലോ അതിന്റെ. പിന്നെ ലാസ്റ്റ് ഒരു കളറിംഗ് ബോക്സ് കിട്ടി കേട്ടോ. അപ്പോ ആമിക്കുട്ടിക്ക് കളറിന്റെ പ്രായമായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലച്ചു അത് ചിക്കുവിന് കൊടുത്തു കേട്ടോ. അപ്പൊ ആ കളറിന്റെ സാധനം കിട്ടിയ സന്തോഷത്തിലാണ് ചിക്കു. പിന്നെ ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചിക്കു നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിങ്ക് ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കണ്ടു. പിന്നെ അടുത്ത അൺബോക്സിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ തീരുന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ചിക്കു എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിവി വന്ന് ഓരോന്ന് എടുക്കുന്നുണ്ട്. അത് അവൾ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കിട്ടി, അത് മാറ്റി വെച്ചു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളിനെ കിട്ടിട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ജീപ്പാണ് കേട്ടോ കിട്ടിയത്. ആ ജീപ്പ് ലച്ചു നിവിക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ നിവിക്കും സമ്മാനം കിട്ടി. അവനും ഹാപ്പിയായി. അങ്ങനെ ചിക്കുനും നിവിക്കും ഓരോരോ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ബോക്സ് പൊളിക്കൽ തുടങ്ങി. അതിനകത്ത് ഒരു കാറായിരുന്നു കേട്ടോ. അത് വലിയ കാറായിരുന്നു. അതും കണ്ടു. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ആമിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കുറെ വണ്ടികള്, കുറെ ഡ്രസ്സുകള്, പിന്നെ കാക്ടസ്, ബിൽഡിംഗ് ബ്ലോക്സ്, ഒരു പൂള്, പിന്നെന്താ കുറെ ഡോളുകള്, പിന്നെ കുറച്ച് ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആമിയുടെ ആണെങ്കിലും ഇത് അൺബോക്സ് ചെയ്യുന്ന സന്തോഷം രണ്ടുപേർക്കാണുള്ളത്. ഒന്ന് ചിക്കുനും ഒന്ന് നിവിക്കും. അവരാണിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഓരോ ഗിഫ്റ്റുകൾ കിട്ടുന്നതും ഡോൾസും ടോയ്സും എല്ലാം അവരാണ് ആസ്വദിക്കുന്നത്. ആമിക്കുട്ടി ചിലതൊക്കെ തൊടുന്നേ ഉള്ളൂ, ചിലത് മാത്രമേ അവൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. അതൊക്കെ അങ്ങനെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ബോധമുള്ള രണ്ടുപേരും ഇവര് മാത്രമാണ്. അപ്പൊ അവര് നന്നായിട്ട് ഓരോ സാധനങ്ങളും നുള്ളിപ്പെറുക്കി എൻജോയ് ചെയ്യുന്നുണ്ട്. ഡോളുകളൊക്കെ കുറെ ആയപ്പോ പിന്നെ ഒരു വലിയ കവറിനകത്തായിട്ട് എല്ലാ ഡോളുകളും കൂടെ ഇട്ടുവെച്ചു.
ഇതിന്റെ ഇടയ്ക്ക് ഓരോ ഡോളുകൾ ലച്ച് ഓരോരുത്തരൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കുവിന്, ശിശിരയ്ക്ക്, അല്ലിക്കുട്ടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡോളുകൾ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അവർ അൺബോക്സ് ചെയ്യുന്നത്. നമ്മള് ലതമേമ പറഞ്ഞിരുന്നു ഒരു ഊഞ്ഞാലും ഒരു പോട്ടിയും മതി. അങ്ങനെ നമ്മൾ അത് രണ്ടുപേരും കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഊഞ്ഞാല് ലതമേമ അൺബോക്സ് ചെയ്തു. അതിനുശേഷം പോട്ടി അമ്മു തുറന്നവിടെ വെച്ചു കേട്ടോ. ലതമേമ അങ്ങനെ അവളെ ഇരുത്താൻ വേണ്ടിയിട്ട് ഊഞ്ഞാലോ അല്ലെങ്കിൽ പോട്ടിയോ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളെന്തായാലും ആ രണ്ടും കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നത്. പ്രധാന സന്തോഷം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം തന്നെ അവള് പോട്ടി ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അത് വലിയൊരു സന്തോഷമായി. 1 വയസ്സായപ്പോഴത്തേനും അവള് പോട്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്ന ഫുള്ള് ഡ്രസ്സുകളായിരുന്നു കേട്ടോ. അപ്പൊ ഡ്രസ്സുകൾ ഇടാൻ വലിയൊരു കവർ ലതമേമ ലച്ചുവിന് കൊടുത്തു കേട്ടോ. അതിനകത്ത് എല്ലാം ഇട്ട് സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കവർ എടുത്തു കൊടുത്തു. പിന്നെ കുറെ ഡോളുകൾ ഇട്ടി. അതൊക്കെ അമ്മയും ലതമേമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലച്ചു 2 സെക്ഷനായിട്ടാണ് കേട്ടോ ഡ്രസ്സ് കവർ ചെയ്ത് വെക്കുന്നത്. ഒന്ന് ഇപ്പടാനുള്ളതും പിന്നെ കുറത് വലുതും ഉണ്ട്. അപ്പോൾ അത് വേറെ കവറിലാണ്. അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. ഇപ്പടാനുള്ളത് ഒരു കവറിനകത്തും പിന്നെ വലുതായിട്ട് ഇടാനുള്ളത് വലിയ ഡ്രസ്സുകളൊക്കെ വേറെ കവറിനകത്തും. അങ്ങനെയാണ് അവള് അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇത്രയും അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചിട്ടോ. അതിന്റെ ഇടയ്ക്കാണ് ശരിക്കും ഒരു മിൽക്കി ബാർ ഇട്ടുന്നത്. എന്തായാലും ആ മിൽക്കി ബാർ കൊടുത്ത മഹാനെ എന്റെ 1000 നന്ദി. ആ സമയത്ത് ഞങ്ങൾ മിൽക്കി ബാറൊക്കെ തിന്നാണ്ട് പിന്നെ ബാക്കി അൺബോക്സ് ചെയ്തു കേട്ടോ. കുറെ ക്യൂട്ട് ഉടുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ ഡ്രസ്സുകളും. ചിലതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നേ, അടിപൊളി സാധനങ്ങള്. ആദ്യമൊക്കെ അൺബോക്സ് ചെയ്യുന്നത് അപ്പൊ തന്നെ വൃത്തിയൊക്കെ ആ രീതിയിലായിരുന്നു പരിപാടി നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് തീരാത്തോണ്ട് എല്ലാം വലിച്ചു വാരി ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഹാള് മൊത്തം ആകെ പരന്ന് കിടക്കുകയാണ്. ഇനി ലാസ്റ്റ് എല്ലാം വൃത്തിയാക്കാന്ന് പറഞ്ഞാണ്ട് എല്ലാ ഗിഫ്റ്റുകളും പൊളിക്കുക, ബാക്കി സാധനങ്ങൾ പെട്ടികളൊക്കെ അവിടെ തന്നെ ഇടുക. ആ രീതിയിലായിരുന്നു കേട്ടോ പിന്നെ അൺബോക്സിങ് എല്ലാം. കാരണം അത്രയ്ക്ക് മടുത്തു. 2 വർഷത്തിന് ഇനി കുഞ്ഞാമിക്ക് ഡ്രസ്സ് വാങ്ങിക്കണ്ട കേട്ടോ. അത്രയും ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഡ്രസ്സുകൾ. കുറെ വലിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ചിക്കുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ ചിക്കുവിന് കൊടുക്കുന്നുണ്ട്. അതിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയിട്ടോ, മഞ്ഞ. അമ്മയ്ക്ക് ഈ മഞ്ഞ കളറൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ശരത്ത് പറയായിരുന്നു അമ്മയ്ക്ക് പണ്ടൊരു തമിഴ് സാരി ഉണ്ടായിരുന്നു കേട്ടോ, തമിഴ് അക്ഷരമാല ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ സാരി, ആ കളർ ഓർത്തു എന്നൊക്കെ പറഞ്ഞാണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുറെ ക്യൂട്ട് ഉടുപ്പുകൾ ഇങ്ങനെ ഒരു പൊന്തിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഉടുപ്പുകൾ അത്രയ്ക്ക് ഉടുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു കുട്ടി മിനി ബിസിനസ് വരെ തുടങ്ങാം, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കാക്ടസ് ആദ്യം നമ്മൾ പറയുന്നത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ അത് ചിക്കു ശരിയാക്കി കൊണ്ടുവന്നു. അതിന്റെ സന്തോഷത്തിലാണ് ചിക്കു. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫുഡ് കുറെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ വേണ്ടവർക്ക് അവിടെ കഴിക്കാം. അപ്പൊ ടേബിളിൽ അതൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ റൗണ്ട് കഴിച്ചു കേട്ടോ. അപ്പൊ ഇവര് കഴിക്കാത്തവർ കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അവർക്ക് ഫുഡ് കഴിക്കേണ്ട. അപ്പോഴേക്കും ബർത്ത്ഡേന്റെ പിക്സ് ഒക്കെ കിട്ടിയിട്ട് അപ്പൊ ശരത്ത് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പോസുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതായാലും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിട്ടോ. അപ്പോഴേക്കും വീട് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഹാള് മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഈ 2 കവറ്, വലിയ കവറ് ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട്, വലിയൊരു കവറ് ഡോളുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വണ്ടികളൊക്കെ പെട്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. കുറച്ച് വണ്ടികൾ മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതൊക്കെ അവർ ക്ലിയർ ചെയ്യുക കേട്ടോ. കവറുകളൊക്കെ വേറെ സ്ഥലത്ത് വെക്കുക, പെട്ടികളൊക്കെ വേറെ, പ്ലാസ്റ്റിക് അങ്ങനെ വേറെ വേറെ ആക്കി വെക്കുകയാണ്. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് കിടന്നുറങ്ങാൻ.